പാക് അധീന കശ്മീരിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം മിന്നലാക്രമണം നടത്തി. 38 ഭീകരരെ വധിച്ചു. 8 ഭീകര ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഇന്ന് പുലർച്ചെ 12:30-നാണ് ഇന്ത്യൻ സൈന്യം ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സൈനിക നീക്കം. എന്നാൽ ഭീകര ക്യാമ്പുകൾക്ക് നേരെയുള്ള ഇന്ത്യയുടെ ആക്രമണത്തെ പാകിസ്ഥാൻ അപലപിച്ചു. ഇനി ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാൻ. പുലർച്ചെ 12:30 ആരംഭിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം 4 മണിവരെ നീണ്ടുനിന്നു. പാക് അധിനിവേശ മേഖലയിലേക്ക് 3 കിലോമീറ്ററോളം കടന്നുകയറിയ ഇന്ത്യൻ സൈന്യം 8ഓളം ഭീകരകേന്ദ്രങ്ങൾ തകർത്തു. നിയന്ത്രണ വിധേയമായി മിന്നലാക്രമണം നടത്തിയതായി ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ രൺദീപ് സിംഗ് അറിയിച്ചു. ഹെലികോപ്റ്ററുകളും ആക്രമണത്തിൽ പങ്കെടുത്തു. The Indian Army conducted surgical strikes last night at these launch pads. The operations were basically focused to ensure that these terrorists do not succeed in their design of infiltration and carrying out destruction and endangering the lives of citizens of our country. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കരസേനാ മേധാവി ദൽബീർ സിംഗ് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു മിന്നൽ ആസൂത്രണവും നടത്തിപ്പും. ആക്രമണ വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും യഥാസമയം അറിയിച്ചു. ആക്രമണത്തിന് ശേഷം ദില്ലിയിൽ കേന്ദ്രമന്ത്രിസഭയുടെ അടിയന്തര സുരക്ഷാ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. സീതാറാം യെച്ചൂരി, ഗുലാം നബി ആസാദ് തുടങ്ങി പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും വിവരം ധരിപ്പിച്ചിരുന്നു. കാശ്മീർ, പഞ്ചാബ്, ഒറീസ, ഗുജറാത്ത് മുഖ്യമന്ത്രിമാർ എന്നിവരെയും ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ ആഭ്യന്തരമന്ത്രി അറിയിച്ചിരുന്നു. ഈ സംസ്ഥാനങ്ങളോട് ജാഗ്രത പുലർത്താനും ആവശ്യപ്പെട്ടു. പഞ്ചാബിൽ അതിർത്തി ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചു. വാഗ അതിർത്തിയിൽ പതിവ് സൈനികാഭ്യാസം നിർത്തിവച്ചു. ഗുജറാത്ത് മുതൽ ജമ്മു വരെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ 2 പാക് സൈനികർ കൊല്ലപ്പെട്ടതായി വിവരമുണ്ട്. 9 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യയുടെ നടപടി പാകിസ്ഥാൻ അപലപിച്ചു. ഇനിയും ആക്രമണം നടത്തിയാൽ തിരിച്ചടിയുണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സൈനിക നടപടികൾ ആരംഭിച്ചതോടെ ഇന്ത്യ പാക് ബന്ധം സമീപകാലത്തില്ലാത്ത തരത്തിൽ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് കടക്കുകയാണ്. പാക് സൈനിക സഹായത്തോടെ തീവ്രവാദികൾ നടത്തിയ ഉറി സൈനിക ക്യാമ്പ് ആക്രമണത്തിന് 11 ദിവസത്തിന് ശേഷം ഇന്ത്യ മറുപടി നൽകിയത് ശക്തമായ ഭാഷയിൽ. രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട മാർഗത്തിലൂടെയാണ് തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചത്. സെപ്റ്റംബർ 18-നാണ് ഇന്ത്യയെ ഞെട്ടിച്ച് ഉറി ആക്രമണം നടക്കുന്നത്. പാക് സൈനിക പരിശീലനം ലഭിച്ച തീവ്രവാദികൾ നടത്തിയ ഉറി ആക്രമണം കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ കാശ്മീരിലെ സൈനിക ക്യാമ്പിന് നേരെ നടന്ന വൻ ആക്രമണമായിരുന്നു. 18 വിലപ്പെട്ട സൈനികരുടെ ജീവൻ കവർന്നെടുത്ത സംഭവത്തിൽ തിരിച്ചടി നൽകണമെന്ന ആവശ്യം രാജ്യത്ത് ശക്തമായി ഉയർന്നു വന്നു. ഈ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണ പ്രദേശത്ത് നിശ്ചിത സമയത്ത് ആക്രമണം നടത്തുക എന്ന സർജിക്കൽ അറ്റാക്കിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. പാർട്ടി യോഗത്തിനായി കേരളത്തിലേക്ക് തിരിക്കും മുമ്പ് സൈനിക മേധാവിയെയും സുരക്ഷാ ഉപദേഷ്ടാവിനെയും കണ്ട പ്രധാനമന്ത്രി തിരിച്ചടിക്കുള്ള അനുമതി നൽകി. സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി മാർക്ക് ചെയ്ത 8ഓളം തീവ്രവാദ ക്യാമ്പുകൾ. ഇവയെല്ലാം പാക് അധിനിവേശ കാശ്മീരിലായതിനാൽ ആക്രമണം നടത്തുന്നത് യുദ്ധമായി തെറ്റിദ്ധരിക്കപ്പെടാം എന്ന ആശങ്ക വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നതർക്കുണ്ടായി. തുടർന്നാണ് തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കുന്ന വിവരം പാകിസ്ഥാനെ അറിയിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അത് ആക്രമണത്തിന് ശേഷമായിരുന്നു എന്ന് മാത്രം. തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണമായതിനാൽ പാകിസ്ഥാന് ഏതെങ്കിലും തരത്തിൽ തടയാനുള്ള നയതന്ത്ര നീക്കം നടത്താനാകില്ലെന്ന് ഉറപ്പായിരുന്നു. സാർക്ക് രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന സമയമായതിനാൽ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഒറ്റപ്പെട്ടു. പാക് സൈന്യം തിരിച്ചടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കാശ്മീർ മുതൽ പശ്ചിമബംഗാൾ വരെയുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലെല്ലാം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സൈനിക നടപടിയിൽ സർക്കാരിന് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം പിന്തുണ വാഗ്ദാനം ചെയ്തു. മിന്നലാക്രമണം നടത്തിയ സൈനികരെ പ്രതിപക്ഷ കക്ഷികൾ അഭിനന്ദിച്ചു. അതിനിടെ പൂഞ്ചിൽ വീണ്ടും നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ടായി. വിശദാംശങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? വാർത്തയുടെ വിശദാംശങ്ങൾ. ധന്യ, ഏകദേശം 30 മിനിറ്റ് മുമ്പാണ് പൂഞ്ചിലെ മേന്ത മേഖലയിലൂടെ 4 അംഗ ഭീകരർ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയത്. നിലവിൽ സൈന്യം തിരച്ചിൽ നടത്തുകയായിരുന്നു ഈ മേഖലയിൽ. തുടർന്ന് സൈന്യം ഇത് തിരിച്ച് അറിയുകയും തുടർന്ന് ഭീകരവാദികൾക്കെതിരെ വെടിയുതിർക്കുകയുമായിരുന്നു. നിലവിൽ ഭീകരർ സൈന്യത്തിന് നേരെ തിരിച്ചും വെടിയുതിർത്തു. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. 4 അംഗ ഭീകരരായിരുന്നു ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് അറിയുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയും നിലവിൽ ഈ പൂഞ്ച് മേഖലയിൽ
മേഖലയിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം വെടിയുതിർത്തിരുന്നു. ഈ വെടിയുതിർക്കൽ പോലും ഭീകരർ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറാൻ ഒരു ശ്രമം നടത്തുന്നതിന്റെ മറ്റൊരു സൂചനയാണോ എന്നൊരു സംശയം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ സുരക്ഷ ശക്തമാക്കുകയും തിരച്ചിൽ ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഈ ഒരു സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ വീണ്ടും സുപ്രധാന നഗരങ്ങളിൽ മറ്റും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ ഭീകര ക്യാമ്പുകൾക്ക് നേരെ സൈന്യം തിരിച്ചടിച്ചതായി ഇന്ത്യ തന്നെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഗുജറാത്ത് മുതൽ ജമ്മു വരെയുള്ള അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിരുന്നു. അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഈ പഞ്ചാബിലെയും മറ്റും 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഗ്രാമീണരെയും മറ്റും ഒഴിപ്പിച്ചിരുന്നു. ഇവിടുത്തെ സ്കൂളുകൾക്ക് വരുന്ന കുറച്ച് ദിവസങ്ങളിലേക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇനി ഇരുട്ടിന്റെ മറവിൽ കൂടുതൽ ഇത്തരത്തിൽ ഭീകരർ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തുമോ എന്നതും സംശയമുണർത്തുന്നതാണ്. അതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് അതിർത്തി എമ്പാടും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ധന്യ. മനുശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യയുടേത് ശക്തമായ സന്ദേശമെന്ന് AK ആന്റണി. കേന്ദ്ര നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായും ആന്റണി. സൈന്യത്തെ ധീരതയോടെ സല്യൂട്ട് ചെയ്തതായി AK ആന്റണി പറഞ്ഞു. I salute the Indian Armed Forces for their successful operation. This is a fitting reply against the continuing infiltration by the terrorists supported by the Pakistan Army. There is a strong message in it. If they continue like this, India will not tolerate. We fully support the action taken by the Indian Army. We support the government also in its endeavor to protect our national security. സ്വാശ്രയ വിഷയത്തിൽ സമരം ശക്തമാക്കാനൊരുങ്ങി UDF MLA-മാരുടെ നിരാഹാര സമരം നിയമസഭയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റിയേക്കും. അന്തിമ തീരുമാനം തിങ്കളാഴ്ചയുണ്ടാകും. ഘടകകക്ഷി നേതാക്കളുടെ സമരവും UDF-ന്റെ പരിഗണനയിലാണ്. MLA-മാരുടെ സമരം ഏതു രീതിയിൽ തുടരണമെന്നതിൽ ഉചിത തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവിനെ UDF ചുമതലപ്പെടുത്തി. സമരം തിങ്കളാഴ്ച വരെ ഇതേ രീതിയിൽ തുടരാനാണ് സാധ്യത. പിന്നീട് സമരവേദി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റുന്നതും പരിഗണനയിലുണ്ട്. ഘടകകക്ഷി നേതാക്കൾ നിരാഹാരമിരിക്കുന്നതും UDF ആലോചിക്കുന്നു. അതേസമയം സർക്കാരുമായുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഈ കാര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് വന്നാൽ തീർച്ചയായും ഞങ്ങൾ സഹകരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. MLA-മാരുടെ നിരാഹാര സമരത്തിന്റെ കാര്യത്തിൽ രാവിലെ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാട്ടകാലാവധി കഴിഞ്ഞ ഹാരിസൺ ഉൾപ്പെടെയുള്ള തോട്ടങ്ങൾ ഏറ്റെടുക്കുന്നതിനായി നിയമനിർമ്മാണം പരിഗണനയിലാണെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം കടുക്കര വരെ നീളമുള്ള മലയോര ഹൈവേ സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് G. സുധാകരനും നിയമസഭയെ അറിയിച്ചു. പാട്ടക്കാലാവധി കഴിഞ്ഞ ഹാരിസൺ ഉൾപ്പെടെയുള്ള തോട്ടങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള നിയമനിർമ്മാണം പരിഗണനയിലാണെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ നിയമസഭയെ അറിയിച്ചു. പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിന് പുതുതായി നിയമനിർമ്മാണം നടത്തണം എന്ന നിർദ്ദേശം കൂടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഈ ശുപാർശ സംബന്ധിച്ച് നിയമവകുപ്പുമായി ആലോചിച്ചു വരികയാണ്. ഇതിൻ്റെ സാധുതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന മുറക്ക് അതിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഹോ പ്ലാന്റേഷന്റെ 151 ഏക്കർ മിച്ചഭൂമിയായി ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിച്ചതിലുള്ള വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം കടുക്കറ വരെ നീളമുള്ള മലയോര ഹൈവേ നിർമ്മാണം സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണെന്ന് മന്ത്രി G. സുധാകരൻ സഭയെ അറിയിച്ചു. ആലപ്പുഴ മുതൽ കൊടൈക്കനാൽ വരെ നീളമുള്ള ദേശീയപാതാ നിർമ്മാണം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നതായും ശബരിമലയിലെ റോഡുകളുടെ നവീകരണത്തിനായി 89 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായും മന്ത്രി പറഞ്ഞു. ഈ സർക്കാരിൻ്റെ കാലത്ത് 6952 കുടുംബ ഭാഗപത്ര രജിസ്ട്രേഷൻ നടന്നതായും ഇതിലൂടെ 9.2 കോടി രൂപ സർക്കാർ ഖജനാവിൽ ലഭിച്ചതായും മന്ത്രി G. സുധാകരൻ രേഖാമൂലം മറുപടി നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. സ്വാശ്രയ വിഷയത്തിൽ UDF MLA-മാരുടെ നിരാഹാര സമരം തുടരുന്നു. സർക്കാരിന്റെ നയം സുപ്രീം കോടതി പോലും അംഗീകരിച്ചതാണെന്ന് ആരോഗ്യമന്ത്രി. സഭാ നടപടികളുമായി സഹകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. LDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ മുൻ മന്ത്രിമാരുടെ അഴിമതി പുറത്താകുമെന്ന ഭയത്താൽ UDF അട്ടിമറി സമരത്തിന് നേതൃത്വം നൽകുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അക്രമസമരത്തിലൂടെ സർക്കാരിനെ താഴെയിറക്കാമെന്ന UDF-ന്റെ വ്യാമോഹം നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസുകാരുടെ സമരപന്തലിലേക്ക് ഗ്രനേഡ് പ്രയോഗിച്ചുവെന്ന വാദം ഏതുവിധേനയും സമരം നിർത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരുന്നുവെന്നും അദ്ദേഹം കളിയാക്കി.
KSKTUവിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഭൂരഹിതരുടെയും ഭവനരഹിതരുടെയും സംസ്ഥാന കൺവെൻഷൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെതിരെ വിജിലൻസ് അന്വേഷണം. സർക്കാർ മുൻകൂർ അനുമതിയില്ലാതെ മഹാരാഷ്ട്രയിൽ 50 ഏക്കർ ഭൂമി ടോം ജോസ് വാങ്ങിയിരുന്നു. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2010 മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിൽ ടോം ജോസ് ഭൂമി വാങ്ങിയത്. 2010 പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ഘട്ടത്തിലാണ് ടോം ജോസ് മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ ജില്ലയിൽ 50 ഏക്കർ ഭൂമി വാങ്ങിയത്. SBIയുടെ നിറമൺകര ബ്രാഞ്ചിൽ നിന്നും 2 കോടി രൂപ വായ്പയെടുത്താണ് ഭൂമി വാങ്ങിയതെന്ന് ടോം ജോസ് സർക്കാരിന് നൽകിയ ആസ്തി ബാധ്യതയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ടോം ജോസിന് ഈ ഭൂമി വിറ്റയാൾ വെറും കൂലിപ്പണിക്കാരൻ മാത്രമായിരുന്നു എന്ന ആക്ഷേപമുണ്ടായിരുന്നു. കൂടാതെ ഭൂമി വാങ്ങാൻ വായ്പ വാങ്ങിയ തുക 3 മാസം കൊണ്ട് തിരിച്ചടച്ചതായും ആരോപണമുണ്ട്. ടോം ജോസിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനമെന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് UDF സർക്കാർ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും ടോം ജോസ് കുറ്റക്കാരനല്ല എന്ന റിപ്പോർട്ടാണ് നൽകിയത്. ഈ സാഹചര്യത്തിലാണ് പൊതുപ്രവർത്തകനായ പായ് ശ്രീനിവാസ് പരാതിയുമായി വിജിലൻസ് ഡയറക്ടർ സമീപിച്ചത്. തുടർന്ന് പരാതിയിൽ അന്വേഷണം നടത്താൻ എറണാകുളം വിജിലൻസ് സ്പെഷ്യൽ സെൽ SPയോട് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് നിർദ്ദേശിക്കുകയായിരുന്നു. IAS അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ടോം ജോസിന്റെ സ്വത്തുവിവരങ്ങൾ അന്വേഷിക്കാൻ വിജിലൻസ് തീരുമാനിച്ചതിൽ ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥർക്ക് പ്രതിഷേധമുണ്ട്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. പൊതുമരാമത്ത് വകുപ്പിൽ നടക്കുന്ന അഴിമതിയിൽ മുൻ മന്ത്രിമാരായ KM മാണിക്കും ഇബ്രാഹിം കുഞ്ഞിനും പങ്കുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വിജിലൻസ് റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. കരാർ തുക 100 മുതൽ 100% വരെ വർദ്ധിപ്പിക്കുന്നതിനാണ് മന്ത്രിമാർക്ക് കോഴ കൈപ്പറ്റുന്നതെന്ന് റിപ്പോർട്ടിൽ പരാമർശം. ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് വൻ തുകകൾ രാഷ്ട്രീയ ഉദ്യോഗസ്ഥരുടെ കൂട്ടുകെട്ട് വാങ്ങുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതിയിൽ മുൻ ധനകാര്യ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർക്കും വകുപ്പ് സെക്രട്ടറിമാരടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് വിജിലൻസ് റിപ്പോർട്ട്. കരാറിൻ്റെയും അനുബന്ധ ജോലികളുടെയും പേരിൽ പദ്ധതി തുക 100 മുതൽ 300% വരെ ഉയർത്തുന്നതിനാണ് കോടികളുടെ കോഴ ഇടപാട് നടക്കുന്നത്. കൂടാതെ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിനും പുനർവിന്യാസത്തിനുമായി 5 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വം കൈപ്പറ്റുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നിയമനത്തിനായി 5 ലക്ഷവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിയമനത്തിനായി 10 ലക്ഷവും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിയമനത്തിനായി 20 ലക്ഷവും സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ നിയമനത്തിനായി 30 ലക്ഷവും ചീഫ് എഞ്ചിനീയറുടെ നിയമനത്തിനായി 50 ലക്ഷവും വാങ്ങുന്നു. ചീഫ് എഞ്ചിനീയറും സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും നിരന്തരമായി പണം ആവശ്യപ്പെടുന്നത് മന്ത്രിമാരടക്കമുള്ള ഉന്നതർക്ക് വേണ്ടിയാണ്. വകുപ്പിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം പാടെ ദുർബലമാണെന്നും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വകുപ്പിലെ പദ്ധതികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ, മെഷർമെൻറ്റ്, മേൽനോട്ടം എന്നിവ നടത്തുന്നത് ഒരേ ഉദ്യോഗസ്ഥനായതിനാലാണ് ഇത്രയും അഴിമതിക്ക് കാരണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതിയെപ്പറ്റി പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് CA ഫിറോസ് M. ഷഫീഖ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് മുൻ മന്ത്രിമാരായ KM മാണി, ഇബ്രാഹിം കുഞ്ഞ് എന്നിവർക്കെതിരെ ഗുരുതര പരാമർശങ്ങളുള്ളത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. CITU തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് ആറ്റിങ്ങലിൽ തുടക്കമായി. അനിരുദ്ധൻ നഗറിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം മന്ത്രിയും CITU ദേശീയ വൈസ് പ്രസിഡന്റുമായ J. മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് V. ശിവൻകുട്ടി അധ്യക്ഷനായിരുന്നു. CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലോട്ടം ആനന്ദൻ, AS സമ്പത്ത് MP, SS പോറ്റി, കാട്ടാക്കട ശശി, KO ഹബീബ്, BK മധു എന്നിവർ സംസാരിച്ചു. 400 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം നാളെ അവസാനിക്കും. തമിഴ്നാടിന് കാവേരി നദീജലം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം പരിഹരിക്കാനായി കേന്ദ്ര ജലവിഭവ മന്ത്രി ഉമാഭാരതിയുടെ അധ്യക്ഷതയിൽ ചർച്ച നടന്നത് പരാജയപ്പെട്ടു. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളുമായി ന്യൂഡൽഹിയിലായിരുന്നു ചർച്ച. വെള്ളം വിട്ടുകൊടുക്കാനാവില്ലെന്ന കർണാടക നിലപാട് നിരാശാജനകമാണെന്ന് ഉമാഭാരതി പറഞ്ഞു. സുപ്രീം കോടതിയായിരുന്നു പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഉമാഭാരതിയോട് ആവശ്യപ്പെട്ടത്. 2 സംസ്ഥാനങ്ങളും തമ്മിൽ സമവായത്തിലെത്തണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഇതിന്റെ പേരിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അനിശ്ചിതകാല നിരാഹാരം ഇരിക്കാനും താൻ തയ്യാറാണെന്നും ഉമാഭാരതി പറഞ്ഞു. കൊച്ചി അമ്പലമുകളിൽ വിഷവാതകം ശ്വസിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമ്പലമുകൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 36 വിദ്യാർത്ഥികളെയും 7 അധ്യാപകരെയുമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണം ആരംഭിച്ചു. രാവിലെ 9:30 വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയപ്പോഴാണ് തലകറക്കവും ദേഹാസ്വാസ്ഥ്യവും ഛർദിയും അനുഭവപ്പെട്ടത്. 9:15 റിഫൈനറിയിൽ നിന്ന് വാതകം ചോർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. വിഷവാതകം ശ്വസിച്ച ശ്വാസതടസ്സമടക്കമുള്ള അസ്വസ്ഥത അനുഭവപ്പെട്ട അധ്യാപകരെയും വിദ്യാർത്ഥികളെയും തൃപ്പൂണിത്തറയിലെ താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. സ്കൂളിൽ വന്നപ്പോഴത്തോണ്ടിയും ഭയങ്കര മണം ഉണ്ടായിരുന്നു. കമ്പനിയിൽ നിന്ന് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തോണ്ടിയും നല്ല മണം, കാറ്റടിക്കുമ്പോൾ മണം കൂടി തന്നെ.
പിള്ളേർ അപ്പോൾ കുറേ പേര് തല ഇറങ്ങി വീണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. വാതക ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളെ പൂർണ്ണമായി ഒഴിപ്പിച്ചു. പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ദുരന്ത നിവാരണ സേനയടക്കം സ്കൂളിലെത്തി. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവർ സാധാരണ നിലയിലാണെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫീറുള്ള പറഞ്ഞു. ഇങ്ങനെ ലീക്ക് ചെയ്ത് എന്തുകൊണ്ട് സംഭവിച്ചുകൊണ്ട് നമ്മൾ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വഴി അന്വേഷിക്കുന്നുണ്ട്. അവരുടെ ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട്. അതിന്റെ സാമ്പിൾസ് എടുത്ത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അതേസമയം അമ്പലമുകൾ പ്രദേശത്ത് വാതക ചോർച്ച നിത്യസംഭവമാണെന്നും റിഫൈനറിയിലെ പുതിയ IREP പ്ലാന്റിലെ വാൽവ് തുറക്കാൻ ശ്രമിച്ചതാണ് ചോർച്ചയ്ക്ക് കാരണമായതെന്നും നാട്ടുകാർ ആരോപിച്ചു. അവർ വാൽവ് തുറന്നു കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭൂരിഭാഗവും 10 മീറ്ററിനുള്ളിൽ താമസിക്കുന്നവരാണ്. അതിർത്തിയോട് ബഫർ സോണ്, ഗ്രീൻ ബെൽറ്റ് ഇതൊന്നും അവിടെ നടപ്പാക്കാതെ അവർ ഈ ഏരിയ കംപ്ലീറ്റ് തൊട്ടടുത്ത് മതിലിനോട് ചേർന്ന് തന്നെ പ്ലാന്റ് വീണ്ടും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്കൂള്, അംഗൻവാടി, ഹെൽത്ത് സെൻറ്റർ, പരിസരവാസികളെ എല്ലാം മാറ്റം ചെയ്തതിന് മാത്രമേ പ്ലാന്റ് ഓടിക്കാവുള്ളൂ എന്നുള്ള ഉത്തരവ് കയ്യിൽ ഇരുന്നിട്ടാണ് അവരിപ്പോൾ ഈ നടപടികൾ നടത്തുന്നത്. സംഭവത്തെ തുടർന്ന് ജില്ലാ കളക്ടർ സ്കൂളിന് 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.